മാത്രമല്ല ഈ സേവിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഹരമായി മാറും. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000, 20,000, 50,000, പിന്നെ അതൊരു 1,00,000 രൂപയൊക്കെ ആകുമ്പോഴുണ്ട് പിന്നെ നമുക്കത് 2 ലക്ഷം ആക്കണമെന്ന് തോന്നും, 3 ആക്കണമെന്ന് തോന്നും. അങ്ങനെ നമുക്കതൊരു ഹരമായിട്ട് മാറും. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പുറകെ. ഈ മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്നൊന്ന് കയറി പോരണം, കുറച്ചൊക്കെ പണം സേവ് ചെയ്യണം, കുറച്ച് റിച്ച് ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറെ കാലമായില്ലേ. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ മാസം ഒരു 30,000 രൂപ വരുമാനം ഉണ്ടായിട്ടും കൈവശം ഒരു 10,000 രൂപ പോലും സമ്പാദ്യമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. മാത്രമല്ല, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ പലരുടെ കൈവശമായിട്ട് വിന്യസിച്ച് കിടക്കുന്ന പണത്തെ എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ പക്കലേക്ക് എത്തിക്കാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തുക എത്രയും പെട്ടെന്ന് എങ്ങനെ നേടിയെടുക്കാം എന്നുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പണം സേവ് ചെയ്യാൻ ഒരുപാട് റിച്ച് ആവാനൊക്കെ ആയിട്ട് ഒരുപാട് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ഉണ്ട്. അതിങ്ങനെ പല കാര്യങ്ങൾ പല സാഹചര്യങ്ങളിൽ നമ്മളത് പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് പൈസ നമ്മുടെ പക്കലേക്ക് വരികയുള്ളൂ. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നൊന്നും പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ലട്ടോ. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും ഈ പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു 5 ലക്ഷം രൂപയെങ്കിലും മിനിമം നമുക്ക് സേവ് ചെയ്തെങ്കിലും വെക്കണം. ഒരു സാധാരണക്കാരന്റെ കാര്യമാണ് പറയുന്നത്. ഒരു എമർജൻസി ഫണ്ടായിട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഒരു സാധാരണക്കാരൻ ചെയ്തു വെക്കേണ്ട കാര്യമാണ് ഒരു 5 ലക്ഷം രൂപ. അപ്പോൾ അത് എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമന്റ് ആരും ചെയ്യുന്നില്ല, എനിക്ക് ഭയങ്കര ഒരു പരാതിയുണ്ട്. വീഡിയോ കണ്ട് വെറുതെ ലൈക്ക് പോലും ചെയ്യാതെ പലരും പോവുകയാണ് കേട്ടോ. മറന്നു പോകുന്നതാണെന്ന് അറിയാം. അപ്പൊ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സാധാരണ ഒരു ഫാമിലിയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും 10-30,000 രൂപയോളം വരുമാനമുണ്ട്. ചെലവുകളൊന്നും കഴിഞ്ഞിട്ട് മിച്ചം പിടിക്കാൻ പോകുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം എങ്ങനെ നമുക്ക് സ്ഥിരം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് സമ്പാദിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുമാനം ഒന്നുമില്ലെങ്കിൽ കൂട്ടണം, ചെലവുകൾ കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കാര്യങ്ങളൊക്കെ കുറയ്ക്കണം. അതൊന്നും ഞാൻ ഇന്നിവിടെ പറയുന്നില്ല. മെയിനായിട്ട് പറയുന്നത് സമ്പാദിച്ച് വെക്കണം എന്നുള്ള ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മളൊരു എമൗണ്ട് ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെറിയ എമൗണ്ടുകളെ ടാർഗറ്റ് ചെയ്യാവുള്ളൂ. ഏറ്റവും ആദ്യം നമ്മളൊരു 10,000 രൂപയെങ്കിലും നമ്മൾ 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് അത് സേവ് ചെയ്യണം, SB അക്കൗണ്ടിൽ സേവ് ചെയ്യണമെന്നങ്ങ് വിചാരിക്കുക. അതിന് നമ്മളൊരു കാര്യം ചെയ്യുക, റെക്കറിംഗ് ഡെപ്പോസിറ്റുകളൊക്കെ വേണമെങ്കിൽ തുടങ്ങട്ടെ. അതാകുമ്പോൾ 12 മാസം കൊണ്ട് കൃത്യമായിട്ടൊരു എമൗണ്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുവാനായിട്ട് സാധിക്കും. 12 മാസത്തെ ഉണ്ട്, 1 വർഷത്തെ ഉണ്ട്, 5 വർഷം വരെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ടാർഗറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് സേവ് ചെയ്യണം, അതിൽ നിന്ന് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യരുത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പൊ ചെറിയ എമൗണ്ട് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ സമ്പാദ്യം തുടങ്ങണം, ഇന്ന് തന്നെ തുടങ്ങണം. അത് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കണം. ആ എമൗണ്ട് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. തുടക്കത്തിൽ ചെറിയ എമൗണ്ട് 10,000 ആയിരിക്കണം, 20,000 ആയിരിക്കണം. അങ്ങനെ ചെറിയ എമൗണ്ടുകൾ ടാർഗറ്റ് ചെയ്യുക. ഇങ്ങനെ 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന എമൗണ്ടുകൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കും. അതിന് അടുത്ത എമൗണ്ട് ടാർഗറ്റ് ചെയ്യുവാനും നേടിയെടുക്കുവാനുമായിട്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നാൻ ഇടയാക്കും. അപ്പൊ ചെറിയ എമൗണ്ടുകൾ ടാർഗറ്റ് ചെയ്ത് അത് ക്രമേണ എമൗണ്ട് ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഇത് കൂട്ടിക്കൊണ്ടു വരിക, തുക കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ അത് നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ 10,000 രൂപ പോലും സേവ് ചെയ്യാതിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഈ 1 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ എനിക്ക് സേവ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട്, ഭാരമൊക്കെ ആയിട്ട് തോന്നും, പ്രയാസമൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെ ഒരിക്കലും നമ്മൾ പൈസയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു എമൗണ്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ പ്രയാസപ്പെടുവാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ്. നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എമൗണ്ട് നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ വേണം ഈ എമൗണ്ട് ടാർഗറ്റ് ചെയ്യുവാനായിട്ടും അത് നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് എമൗണ്ട് ടാർഗറ്റ് ചെയ്യുവാനും നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ 1 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതിനു മുന്നേ ചെറിയ എമൗണ്ടുകൾ ടാർഗറ്റ് ചെയ്ത് നേടിയെടുക്കണം. അങ്ങനെ ചെറിയ എമൗണ്ടുകൾ ടാർഗറ്റ് ചെയ്ത് അത് നമ്മൾ സേവിങ്സ് ആക്കിക്കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ട് വേണം വലിയ എമൗണ്ടുകളിലേക്ക് കടക്കുവാനായിട്ട്. ഇതാണ് കേട്ടോ ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ നമ്മൾ എമൗണ്ട് ടാർഗറ്റ് ചെയ്യണം, അത് നേടിയെടുക്കണം. അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടുവാനോ ഭാരപ്പെടുവാനോ പാടില്ല. അങ്ങനെ പ്രയാസപ്പെടാതെ ഭാരപ്പെടാതെ അത് ഈസി ആയിട്ട് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തുടക്കത്തിലെ ചെറിയ എമൗണ്ടുകൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അത് നമുക്കൊരു ആത്മവിശ്വാസം തരും. മാത്രമല്ല ഈ സേവിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഹരമായി മാറും.
തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000, 20,000, 50,000, പിന്നെ അതൊരു 1,00,000 രൂപയൊക്കെ ആകുമ്പോഴുണ്ട് പിന്നെ നമുക്കത് 2,00,000 ആക്കണമെന്ന് തോന്നും, 3 ആക്കണമെന്ന് തോന്നും. അങ്ങനെ നമുക്കതൊരു ഹരമായിട്ട് മാറും. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പുറകെ വരും. എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യുക, അതുപോലെ ധാരാളിത്തം കുറയ്ക്കുക, പല കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നെ 10 വട്ടം ചിന്തിച്ചിട്ടേ ചെയ്യുകയുള്ളൂ. നമുക്ക് എല്ലാത്തിനും ഒരു ഒരു അടുക്കും ചിട്ടയും കൺട്രോളും ഒക്കെ വരും. നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ടാർഗറ്റ് ചെയ്ത് അത് ഈസി ആയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ, നമ്മളെ ഈ സമ്പന്നരാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു മനഃശാസ്ത്രമുണ്ട്. ഈ പണമുള്ളവരെല്ലാവരും സമ്പന്നരാണ് ഞാൻ പറയും ഇല്ല എന്ന്. കാരണം ഈ ചിലവരെ കണ്ടിട്ടില്ലേ, പണം ഉണ്ടാക്കിയാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കണം എന്നുള്ള വ്യഗ്രതയോടെ തിന്നാൻ നേരമില്ല, കുടിക്കാൻ നേരമില്ല, ഇവിടെ ഒരു ചൊല്ലുണ്ട്, കുടിക്കാനും പെടുക്കാനും നേരമില്ല എന്ന് പറയും. അതുപോലെ ഒന്നിനും നേരമില്ലാണ്ട് കിടന്ന് ചത്ത് കിടന്ന് ഓടി നടന്ന് പണിയെടുത്ത് കാശുണ്ടാക്കി ഇങ്ങനെ കൂട്ടുവാണ്. സത്യത്തിൽ അവർ സമ്പന്നരല്ല. എന്താണ്, അവർ ദരിദ്രരാണ്. അവർക്ക് പണം തികയുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ പിന്നെയും പിന്നെ ഓടി നടക്കുന്നത്. അപ്പോൾ ശരിയായ സമ്പന്നരെന്ന് പറഞ്ഞാൽ ഉള്ള സമ്പത്തിൽ തൃപ്തിയുള്ളവനാണ് ശരിയായ സമ്പന്നൻ. അപ്പം നമ്മളൊരു 1,00,000 രൂപ ഈ ഒരു വർഷം കൊണ്ട് ടാർഗറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 1,00,000-ൽ നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കണം. എന്നിട്ട് അടുത്ത എമൗണ്ട് ടാർഗറ്റ് ചെയ്ത് സമാധാനപരമായിട്ട് അത് നേടുവാൻ ശ്രമിക്കണം. ഒരിക്കലും ഒരുമാതിരി ആർത്തി പിടിച്ച പോലെ ഓടരുത്. പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ അതിനൊരു മൂല്യം കൊടുത്തുകൊണ്ട് ഉള്ള പൈസയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞ് ഈ 1,00,000 രൂപ നേടിയെടുക്കാൻ സാധിച്ചതിനകത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അതേ ആത്മവിശ്വാസത്തോടെ അതേ ലക്ഷ്യത്തോടെ അടുത്ത 1,00,000 രൂപയും കൂടെ നമ്മൾ സേവ് ചെയ്യുവാനായിട്ട് ആ ഒരു നിറഞ്ഞ മനസ്സോടെ പോകണം. അതായത് ഒരു ആർത്തി പിടിച്ച് പോകാതെ ഒരു നിറഞ്ഞ മനസ്സോടെ ഉള്ള പൈസയിൽ 1,00,000 രൂപയെങ്കിലും ഉണ്ടല്ലോ, ഒന്നുമില്ലാതിരുന്ന എൻ്റെ കയ്യിൽ 1,00,000 രൂപയെങ്കിലും ഈ യൂണിവേഴ്സ് എനിക്ക് തന്നല്ലോ, ദൈവം എനിക്ക് തന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനായിട്ട് നോക്കണം. അപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ എമൗണ്ട് ഉണ്ടല്ലോ അതൊരു ഭാരമായിട്ട് കാണരുത്. സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പണം തുക അത് നമ്മൾ ഭാരത്തോടെ പ്രയാസത്തോടെ എങ്ങനെ എന്ന് കാണരുത്. ഒരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മൾ ഭാരമുള്ള ചില വസ്തുക്കൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറ്റാൻ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ വീട്ടമ്മമാർ തന്നെയാണെങ്കിൽ ഒരു 20 കിലോയുടെ അരിച്ചാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മിച്ചിങ് എടുക്കും. ഒരു 50 കിലോ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ലല്ലേ. ഒന്നിൽ 2 പേരും കൂടി എടുത്തോണ്ട് വരും. ഇല്ലെങ്കിൽ നമ്മളത് ഒരാൾ തന്നെയാണെങ്കിൽ തന്നെ അതിങ്ങനെ വലിച്ചെടുത്തോണ്ട് വരുവാനായിട്ടൊക്കെ സാധിക്കുമല്ലേ. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരും. അപ്പൊ ചെറിയ ടിപ്പുകളൊക്കെ ഉണ്ട്. പണ്ട് നമ്മൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഭാരമുള്ള പാറ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുവാനായിട്ട് വളരെ അത്ര പോലും ഭാരമില്ലാത്തൊരു കമ്പിയാണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തത്വങ്ങളുണ്ട്, ട്രിക്കുകളുണ്ട്, ടിപ്പുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഒരു സമ്പാദ്യത്തെക്കുറിച്ച് വലിയൊരു എമൗണ്ടിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ വിചാരിക്കേണ്ടത്. വലിയൊരു എമൗണ്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഭാരപ്പെട്ടതാണെന്ന് കാണാതെ ഇത് ഞാൻ ചില ടിപ്പുകളൊക്കെ ഉപയോഗിച്ച് നേടിയെടുക്കും, ഈ പണം ഞാൻ നേടിയെടുക്കും എന്ന് വിചാരിച്ചാൽ മതി. ഈസി ആയിട്ട് പണം നമ്മുടെ പക്കലേക്ക് വരും. അത് മാത്രമല്ല, ഞാൻ വേറൊരു രഹസ്യം കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇത് പലർക്കും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വീട് പണിക്ക് തുനിഞ്ഞിറങ്ങുവാണ്, ഒരു മകളുടെ വിവാഹത്തിന്, അല്ലെങ്കിൽ ഒരു ചികിത്സാ കാര്യങ്ങൾക്ക്, ഇനി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ പണം അധികം ചെലവാക്കേണ്ട ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങുമ്പോഴേ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു 80% സാമ്പത്തികമേ ഉള്ളൂ. ബാക്കി നമ്മളൊരു പ്രതീക്ഷയാണ്, അത് കിട്ടും എന്നുള്ളൊരു നല്ലൊരു ശുഭ പ്രതീക്ഷയിൽ, ബാക്കി ആരെങ്കിലുമൊക്കെ സഹായിക്കും, എവിടെന്നെങ്കിലൊക്കെ അന്നേരം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ 2, 3 അല്ലെങ്കിൽ 10-ൽ താഴെ വഴികളെ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള 20% പണം നമ്മളിലേക്ക് വന്നു ചേരാൻ സുഹൃത്തുക്കൾ സഹായിക്കുമായിരിക്കും. ലോൺ എടുക്കാം, ഇനി ഒരു ലോട്ടറി എടുത്ത് അടിക്കുമെന്ന് നോക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കടം ചോദിക്കുക, സ്വർണം പണയം വെക്കാം, വിൽക്കാം. അങ്ങനെ കുറച്ചൊരു 10-ൽ താഴെ വഴികൾ മാത്രമേ നമ്മുടെ പക്കൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പ്രപഞ്ചത്തിന് ഒരു 100,000 വഴികളുണ്ട്. 100-ൽ കൂടുതൽ, 1000-ൽ പരം വഴികളുണ്ട് നമ്മളിലേക്ക് നമുക്ക് കിട്ടേണ്ട പണം എത്തിച്ചു തരുവാനായിട്ട്. അത് ചിലപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുടെ രൂപത്തിലായിരിക്കാം. നമ്മളൊരു കാര്യം നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് തുനിഞ്ഞിറങ്ങിയാൽ പണം വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1,00,000 രൂപ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക നമ്മൾ ടാർഗറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അത് വളരെ ഭാരപ്പെടാതെ എനിക്കിത് ഈസി ആയിട്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഈ യൂണിവേഴ്സ് ഒരുപാട് വഴികൾ നമുക്ക് കാണിച്ചു തരും.
നമ്മുടെ ഈ ഏപ്രിൽ മാസം അവസാനിച്ച് പുതിയ സാമ്പത്തിക വർഷമായിരുന്നു 2025 ഈ ഏപ്രിൽ മാസം. അപ്പോൾ എല്ലാവരും സേവ് ചെയ്യാൻ തുടങ്ങണം. പിന്നെ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നന്ദിയുള്ളവരായിരിക്കും. അതിന് നമ്മളിങ്ങനെ താങ്ക് യു യൂണിവേഴ്സ് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിലാണ് ആ തൃപ്തി ഉണ്ടാവേണ്ടത്. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ നമ്മൾ സേവ് ചെയ്തു, അതൊരു തൃപ്തിയോടെ കണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ ഈ 2 കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ.